യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച വിഷയം എങ്ങനെയാണ് വലിയ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക എന്നതായിരുന്നു. അതിൻ്റെ ഒന്നാമത്തെ പാർട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് ഇന്ന് ബാക്കി 4 ഉദാഹരണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കാം, ഒന്ന് ഒബ്സർവ് ചെയ്ത് പഠിക്കാം. ആദ്യമായിട്ട് ഒരു പക്ഷപാതക്കാരനായിട്ടുള്ള ഒരു രോഗി, ആ രോഗിയെ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് രോഗം ഭേദമാകുവാൻ കൊണ്ടുവന്ന ആ ഒരു സിനാരിയോ ആണ്. ഈ 3 വേദഭാഗങ്ങളിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഓരോന്നും വായിക്കാം. ആദ്യമായിട്ട് മത്തായി 9:2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഇത് ഒരു പാരലൽ വേഴ്സസ് ആയതുകൊണ്ട് മുഴുവൻ വായിക്കണമെന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ മാത്രമാണ് വായിക്കുന്നത്. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഈ ഒരു സിനാരിയോ പഠിക്കാൻ ഈ ബാക്കി 2 വാക്യങ്ങളുടെ വായിക്കാം. മർക്കോസ് 2:1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഉള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും ഖബർനഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ച് തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. ഓക്കെ, അതാണ് ഇവിടുന്ന് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്. ഈ ഒരെണ്ണം കൂടെ വായിക്കാം. ലൂക്കോസ് 5:18 മുതൽ 22 വരെ. അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അവനെ അകത്തു കൊണ്ടുചെന്ന് അവൻ്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ടുചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു. ഇവിടെ ആദ്യം ഞാൻ കുറേ നാളുകൾക്ക് മുന്നേ വായിച്ചപ്പോൾ ഇവിടെ അവരുടെ വിശ്വാസം കണ്ടിട്ട് എന്നുള്ള വാക്യം ഞാൻ വായിച്ചു. അപ്പം ചിലപ്പോൾ അതിൻ്റെ ഒരു നേരമണ്ണം അത് വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു പേഷ്യൻസ് കാണിക്കാഞ്ഞുകൊണ്ടായിരിക്കും. ഞാൻ ഓർത്തു, എന്തുകൊണ്ടാണ് അവരുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തു ആ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു കട്ടിൽ പിടിക്കണമെങ്കിൽ ഒരു മിനിമം 4 പേര് വേണമല്ലോ ഏകദേശം. അപ്പം കിടക്ക. അപ്പോൾ ആ 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് എന്തിനാണ് ഈ രോഗിയായ മനുഷ്യന് പാപമോചനവും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് സൗഖ്യവും നൽകിയെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അവരുടെ എന്ന് പറയുമ്പോൾ ഈ 4 പേരുടെ എന്ന് ആയിരിക്കണമെന്നില്ല. അതായത് 4 പേരുടെ മാത്രമെന്നല്ല അർത്ഥം, അതിൽ കിടക്കുന്ന ആ രോഗിയുടെയും കൂടെ ഉണ്ട്. കാരണം ഇതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അതായത് നമ്മൾ ഈ ഒരു രീതിയിൽ പഠിക്കുമ്പോൾ ഇതിന് മുന്നേ ഉണ്ടായിരിക്കാവുന്ന ഒരു സിറ്റുവേഷനുകളോടെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു രോഗിയായ ഒരു വ്യക്തിയെ അവന് യാതൊരു സൗഖ്യമാകുവാൻ യാതൊരു ഇൻട്രസ്റ്റോ ഇല്ലാതെ, അല്ലെങ്കിൽ യേശുക്രിസ്തു ആരാണെന്ന് യാതൊരു ബോധ്യമില്ലാത്ത ഒരാളെ നിർബന്ധിച്ച് 4 പേര് ഇങ്ങനെ കൊണ്ടുവന്നതല്ല. ഇതിന്റെ തുടക്കം തന്നെ ഞാൻ ബിലീവ് ചെയ്യുന്നത്, കാരണം ഇത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിന്റെ റെസ്പോൺസും കൂടെ വായിച്ചപ്പോഴാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത്. ഞാൻ വിശ്വസിക്കുന്നത് ഈ രോഗിയായ വ്യക്തിയോട് ഈ ചുറ്റുമുള്ള ആളുകളും ഒക്കെ യേശുക്രിസ്തുവിനെ കുറിച്ചും ദൈവം സൗഖ്യമാക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ചും ചുറ്റും നടക്കുന്ന പല അത്ഭുതങ്ങളെക്കുറിച്ചും പലപ്പോഴായിട്ട് പറഞ്ഞ് കേട്ടിട്ട് ഈ വ്യക്തി തന്നെ തനിക്ക് സൗഖ്യമാകണം എന്നുള്ള ആഗ്രഹം
വളരെ വളരെ ശക്തമായ ആഗ്രഹം ചുറ്റുമുള്ളവരെ അറിയിക്കുകയും അതാണ് എൻ്റെ സോഴ്സ് എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ ഞാൻ പറയാം അത് കഴിഞ്ഞിട്ട്. ഇത് ഞാൻ ഇങ്ങനെയാണ് ബിലീവ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കാരണം ഞാൻ പറയാം. ഈ 4 പേരും ഈ രോഗിയായ വ്യക്തിയും അവരുടെ വലിയ വിശ്വാസം കണ്ടിട്ടാണ് ഈ മനുഷ്യന് സൗഖ്യം നൽകുന്നത്. ഇതിനകത്ത് പ്രാർത്ഥനയുമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതിൻ്റെ ബാക്കിയായിട്ട് ചിന്തിക്കുമ്പോൾ ഇതിനകത്തൊരു അഡ്വാൻസ് ആക്ഷൻ ഉണ്ട്. എന്താണ് അഡ്വാൻസ് ആക്ഷൻ? ഒന്നാമത്തേത്, ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും ഖബർനഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് സ്തുതിയായി. യേശുക്രിസ്തു ഈ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ട് എന്ന് അറിഞ്ഞിട്ട് ആ നിമിഷം മുതൽ ഇവർ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കാം. അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല. അത് പ്രിപ്പയർ ചെയ്തത് കൊണ്ടാണല്ലോ അവരിവിടെ എത്തിയത് എന്ന് അനലൈസ് ചെയ്തെടുക്കുകയാണ്. രണ്ടാമത്, അവനെ നേരെ ചൊവ്വേ നമ്മുടെ ഒരു വീട്ടിനകത്ത് എങ്ങനെ കയറാമോ കതകിലൂടെ കയറി അകത്ത് കൊണ്ടുവന്ന് വെക്കാൻ ശ്രമിച്ചു. ഓക്കെ, അത് രണ്ടാമത്തെ അഡ്വാൻസ് ആക്ഷൻ. അങ്ങനെ ശ്രമിച്ചിട്ട് അകത്തേക്ക് കയറാൻ വഴി കാണാഞ്ഞിട്ട് മൂന്നാമത് വീടിന്റെ മേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ ഇറക്കി വെച്ചു. ഇത് മൂന്നാമത്തെ ആക്ഷൻ. ഇങ്ങനെ ഒരു 3 അഡ്വാൻസ് ആക്ഷൻ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? ബിക്കോസ് ദേ ബിലീവ്ഡ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ്, ഹീ ഈസ് ജീസസ് ക്രൈസ്റ്റ്, ഹീ ഈസ് ദ സൺ ഓഫ് ഗോഡ്, ഹീ ഈസ് ദ ഗോഡ്, സോ ഹീ വിൽ ഹീൽ അസ്. എന്നെ സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയും എന്നുള്ള വിശ്വാസം. അതുകൊണ്ടാണ് ഈ അഡ്വാൻസ് ആക്ഷൻ വന്നത്. അപ്പോൾ പ്രാർത്ഥനയിലും ചില രീതിയിൽ അഡ്വാൻസ് ആക്ഷൻ നമുക്ക് ആവശ്യമാണ്. നമ്മൾ ആരോടാണ് ഈ വിഷയം പറയുന്നത്, എന്താണ് പറയുന്നത് എന്നുള്ള ആ ഒരു ബോധ്യം ഉള്ളത് കൊണ്ടാണ്, ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ആ ഒരു അഡ്വാൻസ് ആക്ഷൻ വന്നത് എന്നാണ് പറഞ്ഞത്. ഇനിയും അതിൻ്റെ അവസാനമായിട്ട് ഓക്കെ, അവരുടെ വിശ്വാസം കണ്ട് അവൻ, മനുഷ്യ നിന്റെ പാവങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ ഈ രോഗിയായ വ്യക്തിക്ക് ഇതിനകത്തൊന്നും യാതൊരു താല്പര്യമില്ലാതെ ഈ 4 പേര് എന്തെങ്കിലും ഫോഴ്സ്ഫുള്ളി കൊണ്ടുവന്നതാണെന്ന് ചിന്തിക്കാതിരിക്കാൻ, അതായത് അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ് എന്ന് ഞാൻ അനലൈസ് ചെയ്ത് ഞാൻ അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയതിൻ്റെ കാരണം ഈ വ്യക്തിയുടെ പാപങ്ങളാണ് മോചിച്ചു കൊടുത്തത്. അതായത് ഈ രോഗിയായി വന്ന വ്യക്തിയുടെ രോഗവും മാറ്റി. ഈ വ്യക്തിക്ക് ഈ യേശുക്രിസ്തുവിൽ യാതൊരു വിശ്വാസവും ഇല്ലായിരുന്നുവെങ്കിൽ ഈ കാര്യം ഒരിക്കലും നടക്കത്തില്ലായിരുന്നു. ചിലപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത അല്ലെ രക്ഷിക്കപ്പെടാത്ത ഒരാളുടെ രോഗം ചിലപ്പോൾ രോഗം മാറ്റിക്കൊടുത്തേക്കാം. അങ്ങനെയുള്ള എക്സാമ്പിൾസ് കാണും. എന്നാൽ ഈ വ്യക്തിയോട് ഒരിക്കലും നിന്റെ പാവങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു പറയത്തില്ല. കാരണം അത് യേശുക്രിസ്തു പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൽ 5 പേരുടെയും എഫേർട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. ആദ്യം രോഗിയായ ആ വ്യക്തിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് മറ്റുള്ളവരുടെയും സഹായം ചോദിച്ച് തനിക്ക് തന്നെ നടന്നു വരാൻ പറ്റാത്ത സിറ്റുവേഷനായിട്ട് അറിഞ്ഞ് അവരൊരുമിച്ച് വന്ന് യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രാർത്ഥനയിലും നാം ആരോടാണ് നമ്മുടെ വിഷയം പറയുന്നത് എന്നുള്ള ബോധ്യത്തോടെ അഡ്വാൻസ് ആയിട്ട് ചില ആക്ഷൻ വേണ്ടി വരും. അത് നമ്മൾ ഇപ്പോൾ ഒരു വിഷയം പഠിക്കുമ്പോൾ ഇന്ന കാര്യമാണ് ആദ്യമേ ചെയ്യേണ്ടത് എന്ന് ഒരാൾക്കും പഠിപ്പിച്ചു തരാൻ പറ്റത്തില്ല. അത് ആ സാഹചര്യവും ആ ഒരു സന്ദർഭവും അനുസരിച്ച് ആ പറയുന്ന മാറ്റർ അനുസരിച്ചിരിക്കും. ഇതാണ് ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. നമുക്ക് അടുത്ത ഉദാഹരണം നോക്കാം. ഇത് വിശ്വാസം ഇല്ലാതെ പോയ അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ ഒരു സന്ദർഭമാണ്. അതിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റും ഇങ്ങനെ ആവരുത് എന്ന്. ഓക്കെ, ഇതിനകത്ത് മർക്കോസ് 6:1 മുതൽ 6 വരെ. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തൻ്റെ പിതൃനഗരത്തിൽ ചെന്നു, അവൻ്റെ ശിഷ്യന്മാരും അനുഗമിച്ചു.
ശബ്ബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ച്, ഇവന് ഇവ ഇവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവർത്തികളും എന്ത്? ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ അവങ്കൽ ഇടറിപ്പോയി. ഇവിടെ പറ്റിയത് എന്താണ്? ഓക്കെ, ഇതിന് അവസാനം ഒരു വാക്യം അത് വായിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. യേശു യേശു കർത്താവ് പറയുന്ന കാര്യം, അവരുടെ വിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു എന്നാണ് പറയാം. സോറി, അവരുടെ അവിശ്വാസം, തെറ്റിപ്പോയി. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്തോ ഒരു കാര്യം, അതായത് അവരുടെ അവിശ്വാസം വെളിവായ എന്തോ ഒരു കാര്യം അവിടെ നടന്നു. അതെന്താണെന്ന് നോക്കണം. ഈ ഒരു യേശു കർത്താവ് തന്നെ പിതൃനഗരത്തിൽ ചെന്നിട്ട് അവിടെ ചെന്നപ്പോൾ, നോർമലി മറ്റുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഒരുപാട് ആളുകൾ വന്ന് രോഗസൗഖ്യത്തിനായിട്ടും വളരെ അത്ഭുതങ്ങൾക്ക് വേണ്ടിയും അവന്റെ അടുക്കിലേക്ക് തിങ്ങിക്കൂടുന്ന സമയത്ത്, ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇവർ ചോദിക്കുന്നത്, ഇവൻ ഒരു തച്ചനല്ലയോ? ഇവന്റെ സഹോദരന്മാർ നമ്മുടെ കൂടെ ഇല്ലയോ? നമുക്കറിയാമല്ലോ, ഇവൻ മറിയയുടെ മകനല്ലേ? ഇവന്റെ സഹോദരിമാര് നമ്മളോടെ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ദേ ആർ ലാക്കിംഗ് ദ ഐഡന്റിറ്റി അവയർനെസ്. യേശു ക്രിസ്തു ആരാണെന്നുള്ള ബോധമില്ലാത്തവരാണ് ഇവര്. അവര് കരുതുന്നത് ഇത് മറിയയുടെ മകനും ഈ സഹോദരന്മാരെയും സഹോദരിമാരുടെയും ഒരു സഹോദരനുമായ യേശു എന്ന മനുഷ്യൻ എന്ന് മാത്രമാണ് കരുതുന്നത്. അപ്പം ലാക്ക് ഓഫ് ഐഡന്റിറ്റി അവയർനെസ് ഉള്ളത് കൊണ്ടാണ് എന്ത് പറ്റിയത്? യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ പിതൃഭവനത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിനും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവർത്തി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കഴിയാഞ്ഞത് യേശു ക്രിസ്തുവിന് കഴിവില്ലാഞ്ഞിട്ടല്ല, വലിയ വീര്യപ്രവർത്തികൾ ചെയ്യണമായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? ഈ വലിയ വീര്യപ്രവർത്തികൾ വേണ്ടവർ, അതായത് ചിലപ്പം വലിയ രോഗികളായിരിക്കും, അല്ലെ പലരും ആ സമയത്ത് എത്രയോ പേര് ആ നഗരത്തിൽ മരിച്ചു പോയിരിക്കാം, എത്രയോ പേർ അനാഥരായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വലിയൊരു രോഗമായിരിക്കാം. ഓക്കെ, അത്രയൊക്കെ ഉണ്ടായ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. പക്ഷെ അവരാരും വലിയ ഒരു അതിശയ പ്രവർത്തികൾ നടക്കുവാൻ വേണ്ടി, അല്ലെ വീര്യപ്രവർത്തി നടക്കുവാൻ വേണ്ടി അടുത്തേക്ക് വരുന്നില്ല. കാരണം യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നും ദൈവമാണെന്നും അവനെ കൊണ്ട് എന്ത് സാധിക്കുമെന്നും ദൈവത്തിൻ്റെ പവർ എന്താണെന്നും ആ ഐഡന്റിറ്റി എന്താണെന്നും തന്നെ ബോധമില്ലാത്ത ഒരവസ്ഥയിൽ വലിയ വീര്യപ്രവർത്തികൾ യേശു കർത്താവിൻ്റെ കയ്യിൽ നിന്നും പ്രതീക്ഷിച്ച് അവരാരും അടുത്ത് പോയില്ല. കാരണം അതാരാണെന്ന് ഉള്ള ബോധം അവർക്കില്ലാതെ പോയി. ഇതേ കാര്യം പ്രാർത്ഥനയിലും നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പല വിഷയങ്ങളും പറയത്തില്ല പ്രാർത്ഥനയിൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നില്ല. അത് ഇതിന് തുല്യമാണ്. അതായത് വലിയ പല ആവശ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും നമ്മൾ ആ കാര്യം കർത്താവിനോട് പറയുന്നില്ലെങ്കിൽ അത് ഈ ഒരു കോണ്ടെക്സ്റ്റിന് തുല്യമാണ്. ഓക്കെ, ഈ ചിലപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് വലിയ ഭാരമൊന്നും കാണത്തില്ല, അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞാൽ ദൈവം ഇതൊന്നും ചെയ്തു തരാൻ പോകുന്നില്ല എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ ദൈവത്തെ കൊണ്ടൊന്നും ഇതൊന്നും കഴിയത്തില്ല, ഇത് ചിലപ്പോൾ ഒരു എന്താണ് സോഷ്യലായിട്ടും ഗവൺമെന്റിന്റെയും വലിയ തീരുമാനങ്ങളാണ്, ഇതിനകത്ത് ദൈവത്തിനൊന്നും വലിയ കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള തോന്നൽ. അതേ കാര്യമാണ്, അതേ മൈൻഡ് സെറ്റ് ആയിരുന്നു ഇവർക്കും. അപ്പൊ ഇതൊരു റോങ്, അല്ലെ ഒരു ബാഡ് എക്സാമ്പിൾ ആണ്. ബാഡ് എക്സാമ്പിളിൽ നിന്ന് പഠിക്കുക, ഇങ്ങനെ ആവരുതെന്ന്. രണ്ടാമതായിട്ട് മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു വലിയ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ബിക്കോസ് ദർ ഇസ് നോ ആക്ഷൻ ഓർ അഡ്വാൻസ് ആക്ഷൻ. അതായത് ഇത് യേശുക്രിസ്തു ആണ്, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞിട്ട് ദൂരയിൽ നിന്ന് ഒരാളും വലിയ വീര്യപ്രവർത്തികൾക്ക് വേണ്ടി വന്നില്ല. അല്ലെങ്കിൽ താൻ വീട്ടിലുണ്ട് എന്ന്, പിതൃനഗരത്തിലുണ്ട് എന്ന് അറിയുമ്പോൾ ചിലപ്പോൾ വളരെ കഷ്ടപ്പെട്ട്, ഇതുപോലെ തൊട്ട് മുൻപേ നമ്മൾ കണ്ട പോലെ ഇത്രയും എഫേർട്ട് ഇട്ട് ആരും അടുത്തോട്ട് വന്നില്ല. അതാണ് കാര്യം. ഓക്കെ,
അപ്പോൾ ഇവിടെയും അഡ്വാൻസ് ആക്ഷനായിട്ട് പ്രയറിലും പല കാര്യങ്ങൾ വേണം എന്ന് പറയുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എക്സാമ്പിളാണിത്. അങ്ങനെ ഒരു അഡ്വാൻസ് ആക്ഷൻ ഉണ്ടായില്ല, എന്നാൽ നമുക്ക് ഉണ്ടാവണം. അതാണ് അതിൻ്റെ അകത്തെ പാഠം. നാലാമത്തെ ഉദാഹരണം. ഓക്കെ, ഇതിൻ്റെ ഹെഡിങ് ഹെഡിങ്ങിൻ്റെ ഒരു കറക്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു ബ്ലഡ് ഡിസീസ് ഇഷ്യൂ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ കർത്താവിങ്കിൽ നിന്നും ഒരു സൗഖ്യം നേടി. ആ ഒരു സന്ദർഭമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. മത്തായി 9:20 മുതൽ 22 വരെ 3 വാക്യങ്ങൾ. അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളൊരു സ്ത്രീ അവൻ്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞ് പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ, ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. ഇതേ കോണ്ടെക്സ്റ്റ് തന്നെയാണ് അടുത്ത ഒരു ഇതുള്ളത്. മർക്കോസിൽ 12 സംവത്സരമായിട്ട്, മർക്കോസ് 5:25 മുതൽ 34 വരെ, 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു എന്നാണ് അതിനർത്ഥം. ഓക്കെ, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടുവെന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ്, എൻ്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിരക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആർ എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് അവൻ്റെ മുമ്പിൽ വീണ് വസ്തുത ഒക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ ആദ്യം നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം. ഇത് മൂന്നാമത് എഴുതിയെങ്കിലും ഇതിൻ്റെ ഒരു ഓർഡറിൽ എഴുതിയെന്നേ ഉള്ളൂ. ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മളായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചാണല്ലോ പ്രാർത്ഥിക്കുന്ന ഒരു ആവശ്യമാണല്ലോ. എല്ലാ ആവശ്യവും ഇപ്പോൾ ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഒരു വ്യത്യാസം, അതെന്ത് മാറ്ററാണെങ്കിലും അതാണല്ലോ ഒരു ആവശ്യം എന്ന് പറയുന്നത്. ഇവിടെ ഇത് വളരെ ഒരു ഹൊറിബിൾ ആയിട്ടുള്ളൊരു ഒരു ടൈം ലൈൻ ഉണ്ടായിരുന്നു ഈ സ്ത്രീക്ക് തൊട്ട് മുൻപ്. 12 വർഷം എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഒരു ഹൊറിബിൾ ആയിട്ടുള്ളൊരു ടൈം പീരീഡാണ്. അത് ഇങ്ങനൊരു ഒരു രോഗവുമായിട്ട്. അത് മാത്രമല്ല, പല വൈദ്യന്മാരാലും ചികിത്സിച്ച് നോക്കിയിട്ടും, മാത്രമല്ല തനിക്കുള്ളതൊക്കെയും ആ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടും, ഇതൊന്നും ചെയ്തിട്ടും രോഗം ഭേദമാകാതെ ഇരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്, അത് രോഗവും ഭേദമായില്ല, തൻ്റെ കയ്യിലുള്ളതൊക്കെയും അതിനുവേണ്ടി ചെലവഴിക്കുകയും ചെയ്ത ഒരാളുടെ മാനസികാവസ്ഥ, അതൊരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇങ്ങനൊരു സിറ്റുവേഷനിലും തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ഒരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ളൊരു ഹോപ്പ് നഷ്ടപ്പെടാത്തവരാണ്. അല്ലാതെ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ പോയി ആത്മഹത്യ ചെയ്യാനൊന്നും നിന്നില്ല. എൻ്റെ ജീവിതം ഇതോടെ തീർന്നു, ഇനി എനിക്കൊരു ഹോപ്പും ഇല്ല എന്ന് പറഞ്ഞ് പോകുന്ന ആളൊന്നും അല്ലത്. തൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു ചേഞ്ച്, അത് ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നും വ്യക്തമായ അറിവ് നേരത്തെ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം നമ്മളെല്ലാം മനുഷ്യർ, നമുക്ക് മുന്നേ ഇനിയും ഭാവി നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ അത്ര ക്ലിയർ ആയിട്ടൊന്നും അറിയാൻ പറ്റില്ല. എന്നാൽ
അല്ല, അത്ര ക്ലിയർ ആയിട്ടൊന്നും അറിയാൻ പറ്റത്തില്ല. എന്നാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്നൊരു ചേഞ്ച് ഉണ്ടാവാം എന്നുള്ള ഹോപ്പ് ഒരിക്കലും നഷ്ടമാക്കിയിട്ടില്ല. ഇനി അടുത്തത് ഇതാണ് 21 വാക്യം. അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്നുള്ള അവയർനെസ്. അതാണ് ഐഡന്റിറ്റി അവയർനെസ്. ഈ സ്ത്രീ അതായത് പറയുകയാണെന്ന് ചിന്തിക്കാം. ഞാൻ അവിടെ പോയി രോഗം സൗഖ്യമാകാൻ പോയി ചോദിക്കുന്നത് കൊണ്ടല്ല, ഞാൻ ഇത്ര എഫേർട്ട് ഇടുന്നത് കൊണ്ടുമല്ല, ഇതാരാണെന്നുള്ള, ഞാൻ ആരോടാണ് ഇത് പറയാൻ പോകുന്നതെന്നുള്ള ബോധ്യം. അപ്പോൾ ഞാനിത് പറയാൻ പോകുന്നതെന്ന് പോലും അല്ല ഇവിടുത്തെ ഒരു ഈ ഒരു സിനാരിയോയിൽ അവന്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി, ഞാൻ സൗഖ്യമാകും. കാരണം അത് വസ്ത്രത്തിന്റെ പവറോ അതൊന്നുമല്ല, അതാരാണ് എന്നുള്ള, ആ വ്യക്തി ആരാണെന്നുള്ള ബോധ്യമാണ് ഈ സ്ത്രീയെ ഈ ഒരു ആക്ഷനിലേക്ക് ഇൻസ്പയർ ചെയ്തത്. പിന്നെ ഇവിടെയും ഒരു അഡ്വാൻസ് ആക്ഷൻ, അതാണ് ഈ നമ്മൾ തൊട്ട് മുൻപേ വായിച്ചത്. അവന്റെ വസ്ത്രം ഒന്ന് മാത്രം തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളിൽ പറഞ്ഞുകൊണ്ട്, അതാണ് ഐഡന്റിറ്റി അവയർനെസ്. പിന്നെ എടുത്ത ആക്ഷൻ എന്താണ്? പിറകിൽ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. അതാണ് അഡ്വാൻസ് ആക്ഷൻ. എന്തുകൊണ്ട്? ബിക്കോസ് ഷീ ബിലീവ്ഡ് ഓൺ ഹൂ ജീസസ് ക്രൈസ്റ്റ് ഈസ്. ആ ഒരു ബോധ്യമുള്ളത് കൊണ്ട്, വിശ്വാസം ഉള്ളത് കൊണ്ട് വന്നിട്ട് ഈ രീതിയിൽ സൗഖ്യം പ്രാപിച്ചു. ഇതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം എന്നുള്ള പാഠം നമുക്കും ഇതിനകത്തുനിന്ന് കിട്ടുന്നു. ഇനി ഇന്നത്തെ ഒരു ഉദാഹരണം കൂടെ ഉള്ളൂ. ഇതാണ് അവസാനത്തേത്. ഇതാദ്യം ഈ ഒരു കോണ്ടെക്സ്റ്റ് വായിച്ചപ്പം, ഈ ഒരു വേദഭാഗം വായിച്ചപ്പോൾ എനിക്ക് അധികം വലിയതായിട്ടൊന്നും മനസ്സിലായില്ല. എന്താണ് ഇതിന് ഇത്ര വലിയ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത് എന്നൊന്നും മനസ്സിലായില്ല. എന്നാൽ ഒന്ന് ഒബ്സർവ് ചെയ്യും, ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് ഒന്ന് വരികൾക്കിടയിലൂടെ ഒന്ന് നോക്കിയപ്പോഴാണ് അതിന്റെ ആഴം എന്താ അത് മനസ്സിലായത്. ഇതിന്റെ കോണ്ടെക്സ്റ്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടി വായിക്കാം. മത്തായി 15:22 മുതൽ 28 വരെ. ഈ ഒരു വാക്യങ്ങളുള്ള ഈ ഒരു ഭാഗം കൂടെ ഉള്ളൂ ഇന്നത്തെ സെഷനകത്ത്. അതുകൊണ്ട് ഈ വാക്യം മുഴുവൻ വായിക്കാം. മാത്രമല്ല ഇതിനകത്ത് ഒരു വാക്യം പോലും നഷ്ടപ്പെടുത്താതെ വായിക്കണം, എന്നാലേ ഇതിന്റെ ആഴം മനസ്സിലാകത്തുള്ളൂ. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്കെ വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് കർത്താവ് പറയുന്നതാണ്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നുത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവെ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ഓക്കെ. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ, അതേ കർത്താവെ, നായക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഇവിടെ പല തെറ്റിദ്ധാരണകളോ അല്ലെ കൺഫ്യൂഷൻസോ ഉണ്ടാവാനുള്ള ഒരു 1-2 വാക്കുകൾ ഇതിനകത്തുണ്ട്. ഇങ്ങനെ ഒരു ആവശ്യവുമായിട്ട് വന്നിട്ട് പിന്നെന്താ യേശുക്രിസ്തു ആദ്യം തിരിഞ്ഞു നോക്കാൻ? എന്തുകൊണ്ടാ ശിഷ്യന്മാർ അവരോട് പോയിട്ട് കർത്താവിനോട് പോയിട്ട്, ഈ സ്ത്രീയെ നമ്മുടെ പുറകെ വരുവാണ്, പറഞ്ഞയക്കണമേ എന്ന് പറഞ്ഞു? ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ആഴമേറിയ 1-2 കാര്യങ്ങളുണ്ട്. അതിനകത്ത് 1-2 എണ്ണം ഓർപ്പിക്കാം. ഒന്നാമതായിട്ട്, അന്നത്തെ യഹൂദന്മാരിൽ, ഇപ്പം ഈ ശിഷ്യന്മാരാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഒരു തെറ്റായ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അവർക്ക് മാത്രമേ
ദൈവത്തിൽ നിന്നുള്ള ബെനിഫിറ്റ് അവർക്ക് മാത്രമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ സാൽവേഷൻ ആണെങ്കിലും അത് അവർക്ക് വേണ്ടിയുള്ളതാണ്, ജാതികളിലേക്ക് അല്ല എന്നുള്ള തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്ന പലരും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുടെ അതിനെ ടച്ച് ചെയ്യുക, അതായത് അതിനെ എക്സ്പോസ് ചെയ്യുവാണ് കർത്താവ് യേശു ക്രിസ്തു കൂടെ. കാരണം ഈ ഒരു സ്ത്രീ എവിടുന്ന് വന്നതാണ്? ഒരു കനാന്യ സ്ത്രീയാണ്. അപ്പോൾ അന്ന് യഹൂദന്മാരും ഈ കനാന്യരായിട്ടുള്ളവരും തമ്മിൽ ഒരു ശത്രുത ഉള്ള ഒരു ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടുന്ന് ഒരു സ്ത്രീ വന്നിട്ട് യഹൂദനായിട്ടുള്ള അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിലേക്ക് വന്നിട്ട് കർത്താവ് യേശു ക്രിസ്തുവിനോട് ചോദിക്കുമ്പോൾ ശരിക്കും കർത്താവിന് അറിയത്തില്ലേ ഈ സ്ത്രീയെ കൂടെ സൃഷ്ടിച്ച ദൈവമാണ് ഇത് യേശു ക്രിസ്തു എന്ന് യേശു ക്രിസ്തു നന്നായിട്ട് അറിയത്തില്ല? അറിയാം. അപ്പോൾ ഒരു ആവശ്യവും, ഇങ്ങനൊരു വളരെ വലിയൊരു ആവശ്യമായിട്ട് യേശു ക്രിസ്തു തന്നെ സൃഷ്ടിച്ച ഒരു മനുഷ്യ സ്ത്രീ വന്നിട്ടൊരു കാര്യം പറയുമ്പോൾ ഇങ്ങനാണോ അതിനോട്ട് റെസ്പോണ്ട് ചെയ്യേണ്ടത്? അതൊരു ഇൻസൾട്ട് അല്ലേ എന്ന് നമുക്ക് ആദ്യം തോന്നിയേക്കാം. എന്നാൽ അത് ശിഷ്യന്മാരുടെയും അല്ലെങ്കിൽ യഹൂദന്മാരുടെയും ഉള്ളിലുള്ള കാര്യം പുറത്തു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇപ്പം അവൻ അവളോട് ഇതാണ് ആദ്യം നടന്നത്. ഇങ്ങനൊരു കാര്യം അറിയിച്ചപ്പോൾ അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. എന്നിട്ട് മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ നടന്നപ്പോഴാണ് ഈ സ്ത്രീ വീണ്ടും ഫോളോ ചെയ്തു വന്നത്. അപ്പം ഇങ്ങനൊരു ഉത്തരം എന്തുകൊണ്ട് പറഞ്ഞില്ല? കാരണം ബാക്കി ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞയക്കണമേ എന്ന് ശിഷ്യന്മാരും യഹൂദന്മാരായിട്ടുള്ള ഇവര് അവരുടെ വായിൽ നിന്ന് വരണം. അത് വായിൽ നിന്ന് വന്നാൽ മാത്രമേ അത് ബൈബിളിൽ ഇവിടെ അങ്ങനെ എഴുതി കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഇത് പറഞ്ഞത്. അപ്പൊ ഇങ്ങനൊരു കാര്യം അവരിൽ പലരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എക്സ്പോസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു കർത്താവ് യേശു ക്രിസ്തു ആ സമയത്ത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്നിട്ടും വേണം ചോദിക്കാം, അതിന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആക്ച്വലി ഇതിനകത്ത് ഒരു രീതി നോക്കി ഇതൊരു സർക്കാസ്റ്റിക് ആയിട്ടാണ് പറയുന്നത്. കാരണം ഈ ശിഷ്യന്മാരുടെ ഈ ഒരു എന്താ പറയണ്ടേ, മൈൻഡിലുണ്ടായിരുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, അത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇന്റൻഷനാണ്. ആ രീതിയിൽ പറഞ്ഞു എന്നും കരുതാം. മറ്റൊരാശയത്തിൽ നോക്കി കഴിഞ്ഞാൽ നേരിട്ട് അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കോട്ടില്ല. അവൻ ഡയറക്ട്ലി ജീസസ് ക്രൈസ്റ്റ് വന്നത് ഇസ്രായേലിലേക്കാണ്. എന്നിട്ട് അവര് ദൈവം ഒരുക്കിയ രക്ഷാമാർഗം അവര് തള്ളിക്കളഞ്ഞ് അത് കഴിഞ്ഞ് സുവിശേഷം ജാതികളിലേക്ക് പോയി. അതിനു മുന്നേ നേരത്തെ ഇതിപ്പം ഞാൻ കുറച്ച് പറയുമ്പോൾ കുറച്ച് ലാഗായിട്ട് തോന്നുന്നു. കാരണം ഇത് 1-2 കാര്യങ്ങൾ ഇത് കണക്ട് ചെയ്ത് പറയേണ്ടത് കൊണ്ടാണ്. പഴയ നിയമത്തിലും ജാതികളായിട്ടുള്ള പലരും രക്ഷിക്കപ്പെട്ടിട്ടില്ലേ? ഉണ്ട്. അല്ലാതെ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം മാത്രമല്ല രക്ഷിക്കപ്പെട്ടത്. പലരും ജാതികളായിട്ടുള്ള പുറത്തുള്ള പലരും രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇവർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അന്ന് അവർക്കും മനസ്സിലാവണം, ഇന്ന് വായിക്കുന്ന നമുക്കും മനസ്സിലാകണം എന്നുള്ള ഇന്റൻഷനിലൂടെയാണ് ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നത്, ഈ ഒരു സ്റ്റോറി ലൈൻ മുന്നോട്ട് പോകുന്നത്. സ്റ്റോറി അല്ല, ഒരു ഇവന്റ്. ഇനിയും അടുത്ത പറയുകയാണ്, ഈ സ്ത്രീയോട് നേരിട്ട് പറയുന്നത് ഈ സ്ത്രീ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ഐഡന്റിറ്റി അവയർനെസ് എന്നുള്ള കാര്യം ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് കറക്റ്റാണ്. അതായത് യേശുവിനെ വിളിക്കുന്നത് കർത്താവേ എന്ന് വിളിക്കുന്നു. ദാവീദ് പുത്ര എന്ന് വിളിക്കണമെങ്കിൽ ഈ പറയുന്ന ഇസ്രായേലിലുള്ള ഈ പഴയ നിയമത്തിലെ കോണ്ടെക്സ്റ്റ് അറിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അല്ലാതെ വെറുതെ ഒരാൾക്കൊന്ന് ദാവീദ് പുത്ര എന്ന് വിളിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ഷീ ഹാഡ് വർഷിപ്ഡ് ഹിം.
ഇത്രയും ചെയ്യണമെങ്കിൽ ഇതാരാണെന്ന്, യേശു ക്രിസ്തു ആരാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി വന്നതാണ്. ആ സ്ത്രീ വന്നത് മറ്റൊരു നാട്ടിൽ നിന്നായിരിക്കാം, പക്ഷെ വന്നത് കറക്റ്റായിട്ടുള്ള അവയർനെസ്, ഇതാരാണെന്നുള്ള അവയർനെസ് ഉണ്ടായിട്ടാണ് ഈ സ്ത്രീ വന്നത്. അപ്പോൾ അത് അവിടുത്തെ ഒരു ഗ്രീൻ സിഗ്നലാണ്. ഓക്കെ, ബാക്കി വായിക്കും നോക്കാം. എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവൻ നമസ്കരിച്ചപ്പോൾ കർത്താവ് പറയുന്നത്, മക്കളുടെ അപ്പം എടുത്ത് നായക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇത് ഇന്നത്തെ കാലത്ത് മുഖത്ത് നോക്കി നായെന്ന് വിളിക്കുന്നതിന് തുല്യമാണ് ഈ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ സ്ത്രീ അതിനെ എടുത്ത ഒരു റെസ്പോൺസ്, ഓക്കെ, അത് ഏത് രീതിയിലാണ് കണ്ടത് മാത്രമല്ല, യഥാർത്ഥത്തിൽ കർത്താവ് എന്താണ് പറഞ്ഞ, ആ സ്ത്രീയെ പേഴ്സണലായിട്ട് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി അല്ല ഇവിടെ അത് പറഞ്ഞതെന്ന് അതിനുള്ള തെളിവാണ് ഇനിയും പറയാൻ പോകുന്നത്. മക്കളുടെ അപ്പം എടുത്ത് നായക്കുട്ടികൾക്ക് ഇട്ടുകൊടുത്ത് നന്നല്ല എന്ന് പറഞ്ഞു. അതിന് അവൾ വന്നിട്ട്, അതെന്താ കർത്താവ് അങ്ങനെ പറഞ്ഞത്, അതൊരുമാതിരി ഇൻസൾട്ട് ആയി പോയല്ലോ എന്നല്ല പറഞ്ഞത്. അതേ കർത്താവേ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് പറഞ്ഞത് കറക്റ്റാണ്. ഓക്കെ, അതേ കർത്താവ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, നായക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇതാണ് അതിനകത്തെ ഡെപ്ത്. ഇതാണ് ശരിക്കും അതിശയിപ്പിച്ച കാര്യം, ഒരു റെസ്പോൺസ്, അതിന്റെ വാക്കുകൾ. ഈ പറഞ്ഞതിന്റെ അർത്ഥം, യേശു ക്രിസ്തു പ്രൈമറിലി ആ ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലത്തെ ആളുകളെ, അതായത് സാൽവേഷൻ മറ്റാർക്കും ഇല്ലെന്നല്ല അർത്ഥം. ആ പറയുന്ന ഒരു ഇസ്രായേലിൽ നിന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുക, അതായത് മറ്റൊരു രാജ്യത്തേക്ക് ഒന്നും പോയില്ലല്ലോ, റഷ്യയിലോട്ടോ ചൈനയിലോട്ടോ ഒന്നും പോയില്ലല്ലോ. ഓക്കെ, അതിനുള്ള പ്രവർത്തന മേഖല എന്ന് പറയുന്ന ഒരു ജിയോഗ്രഫിക്കലി ഈ ഒരു ആളുകളുടെ ഇടയിലേക്കാണ് അയച്ചത്. ആ രീതിയിലാണ് പറയുന്നത്. എന്നാൽ പോലും നായക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത്, എങ്കിൽ പോലും ജാതികളായ മറ്റുള്ളവർക്കും അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടല്ലോ. രണ്ടും ഉണ്ട്. ഒന്ന്, അത്ഭുതങ്ങളും അല്ലെങ്കിൽ രോഗം മാറുന്നതിലും അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് ഉള്ള അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നടക്കുന്നതിനെ കുറിച്ചുള്ള ആ ഒരു ബെനിഫിറ്റും ഉണ്ട്. രണ്ടാമത്, സാൽവേഷൻ ആണെങ്കിലും ഇത് എല്ലാവർക്കും കൂടെയാണ് എന്നുള്ള കാര്യമാണ് ഇതേ കർത്താവ് പറഞ്ഞിരിക്കുന്ന അതേ ലാംഗ്വേജിൽ തിരിച്ചു പറയുന്ന ഈ സ്ത്രീ. ആ സ്ത്രീ പറഞ്ഞ രീതിക്ക് അതിനകത്താണ് അതിൻ്റെ ഡെപ്ത് ഇരിക്കുന്നത്. കാരണം ഇങ്ങനെ തിരിച്ചു പറയണമെങ്കിൽ കർത്താവ് പറഞ്ഞ ആ വാക്കിന്റെ, ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്താണ് നന്നായിട്ട് അറിയാവുന്ന ആളാണ് ആ സ്ത്രീ. മാത്രമല്ല, ഇങ്ങനെ തിരിച്ചു പറയണമെങ്കിൽ ഈ സ്ത്രീയുടെ അണ്ടർസ്റ്റാൻഡിങ്ങും കറക്റ്റ് ആയിരുന്നു, ഇന്റൻഷനും കറക്റ്റ് ആണ്. ഇത് കൃത്യമായിട്ടുള്ള കാര്യത്തെ ഒരു സിംബോളിക്കായിട്ട്, കർത്താവും സിംബോളിക്കായിട്ടാണ് പറഞ്ഞത്, ഇവിടുന്ന് അങ്ങോട്ടും സിംബോളിക്കാണ്. അപ്പം ഞാൻ ചിലപ്പോൾ ഇത് വായിക്കുമ്പോൾ ഓർക്കുന്നുണ്ട്, ഇതിപ്പം ഞാനായിരുന്നു ആ ഒരു സിറ്റുവേഷനെങ്കിൽ ഈ രീതിയിൽ ഒരു മറുപടി പറയുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ വരത്തില്ല. കാരണം ഒന്ന്, മക്കളുടെ അപ്പം എടുത്ത് നായക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന നന്നല്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി കർത്താവ് പറഞ്ഞായിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാന്ന് ഒന്ന് ചിന്തിക്കാൻ പോലുള്ള ഒരു വിവരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക്. എന്നാൽ ആ സ്ത്രീ പറഞ്ഞ രീതി നോക്കണം, അതാണ് അതിനകത്തെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് എന്ന് കർത്താവ് പറഞ്ഞത്. അപ്പം ഇതാരാണെന്നുള്ള ബോധ്യം മാത്രമല്ല, ദൈവം പറഞ്ഞത് എന്താണോ അത് കറക്റ്റാണ് എങ്കിലും ഇങ്ങനൊരു ചാൻസ്, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്കും ഉണ്ടല്ലോ എന്നുള്ള കാര്യം ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കർത്താവിന്റെ മുഖത്ത് നോക്കി റിപ്ലൈ കൊടുക്കുന്ന ആ സ്ത്രീയുടെ വിശ്വാസം വലിയതെന്ന് കർത്താവ് പറയുന്നു. അപ്പം ഈ ഒരു കാര്യവും നമുക്ക് അതായത് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്.
വെൻ വി പ്രേ വിത്ത് ഗ്രേറ്റ് ഫെയ്ത്ത്. അപ്പം ഈ ഒരു 4 ഉദാഹരണമാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. പലപ്പോഴും ഇതൊരു ഡയറക്റ്റ്ലി ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഡയറക്റ്റ്ലി എങ്ങനെ പ്രാർത്ഥിക്കാം എന്ന വിഷയത്തെക്കുറിച്ചല്ല. ഇതൊരു റിയൽ ആയിട്ട് നടന്ന ഇൻസിഡന്റിൽ നിന്നും നമ്മൾ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ഒരു ഫിൽട്ടർ വെച്ച് അരിച്ചെടുക്കുകയാണ്. അതിനകത്തുള്ള യഥാർത്ഥത്തിൽ അതൊരു മട്ടെന്ന് പറയും, മട്ട്. അത് അരിച്ചെടുത്ത് അതിന്റെ ഡെപ്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് പലപ്പോഴും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചിലപ്പം ലാഗിങ് ആയിട്ട് തോന്നിയേക്കാം. എന്നാൽ അല്ലെങ്കിൽ ഒരു ട്രാക്ക് മാറിപ്പോയെന്ന് തോന്നിയേക്കാം. എന്നാൽ അതങ്ങനല്ല. ഇത് ഈ ഒരു എക്സാമ്പിൾസിനകത്തുനിന്ന് നമ്മൾ അനലൈസ് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് തോന്നുന്നതാണ്. ഡയറക്റ്റ്ലി ഇതൊരു പ്രയർ, ഹൗ ടു പ്രേ എന്നുള്ള മാറ്ററിനെ കുറിച്ചല്ല. എന്നാൽ ഇത് അവർ കർത്താവിനോട് നേരിട്ട് പറഞ്ഞ വാക്കുകളും സ്റ്റേറ്റ്മെന്റുകളും നേരിട്ട് സംസാരിച്ച സിറ്റുവേഷൻസുമാണ്, സിനാരിയോസ് ആണ്. അപ്പോൾ പ്രയറും നമ്മൾ കർത്താവിനോട് സംസാരിക്കുന്ന സിറ്റുവേഷനാണ്. ആ രീതിയിലാണ് ഇതിൻ്റെ സിമിലാരിറ്റി നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പ്രിപ്പയർ ചെയ്തത്. ബാക്കിയുള്ള ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത ആഴ്ച നമുക്ക് ഇനിയുള്ള ദിവസം നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.